Welcome back to chemistry class. Now let us discuss the remaining part of the nomenclature of organic compounds and isomerism. നമുക്ക് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം ഐസോമെറിസം എന്നുള്ള പാഠഭാഗത്തിലെ ബാക്കിയുള്ള പോർഷനിൽ നിന്ന് ചർച്ച ചെയ്യാം. സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സ്, വലയ സംയുക്തങ്ങൾ. റിംഗ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വലയ സംയുക്തങ്ങൾ. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും കാർബണിൻ്റെ പ്രോപ്പർട്ടി അല്ലേ. കാർബൺ ക്യാൻ ഫോം ചെയിൻ കോമ്പൗണ്ട്സ് ആൻഡ് റിംഗ് കോമ്പൗണ്ട്സ്. കാർബണിന് നീളമുള്ള ചെയിൻ സംയുക്തങ്ങളും അതുപോലെ വലയ രൂപത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇനി റിംഗ് കോമ്പൗണ്ട്സിന് അല്ലെങ്കിൽ വലയ രൂപത്തിലുള്ള കാർബൺ കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ആലിസൈക്ലിക് കോമ്പൗണ്ട്സ്. ആലിസൈക്ലിക് കോമ്പൗണ്ട്സ്, അതുപോലെ ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. ദാറ്റ് മീൻസ് cyclic or ring compounds can be classified into alicyclic compounds and aromatic compounds. ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ആലിസൈക്ലിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ഇത് രണ്ടും ക്ലിയർ ആണ്. രണ്ടും എങ്ങനെയാണ്? വലയ രൂപത്തിലുള്ള കാർബൺ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതൊക്കെ എങ്ങനെയാണ്? ചെയിൻ രൂപത്തിലുള്ള കാർബൺ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ആലിസൈക്ലിക് കോമ്പൗണ്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം നമുക്ക്. ഇവിടെ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, പ്രൊപ്പൈൻ ആണ്. കാർബണിൻ്റെ ചെയിൻ സംയുക്തമാണ് പ്രൊപ്പൈൻ. ഇനി പ്രൊപ്പൈൻ തന്നെ നമുക്ക് വലയ രൂപത്തിൽ എഴുതാം, അതുപോലെ സൈക്ലിക് കോമ്പൗണ്ടായിട്ട് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് ശ്രദ്ധിക്കുക. സ്ട്രേറ്റ് ചെയിനായിട്ട് 3 കാർബൺ ആറ്റം വരയ്ക്കുന്നതിന് പകരം നമ്മൾ 3 കാർബൺ ഇങ്ങനെ വരച്ചു. കാർബണിനിടയ്ക്ക് ഏകബന്ധനം, ബിറ്റ്വീൻ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, ഏകബന്ധനം വരച്ചു. അപ്പോൾ ഫസ്റ്റ് കാർബണിന് 2 വാലൻസ് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ബാക്കി എത്ര ഹൈഡ്രജൻ വേണം? 2 ഹൈഡ്രജൻ. സെക്കൻഡ് കാർബൺ 2 വാലൻസി പൂർത്തിയായിട്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. തേർഡ് കാർബൺ 2 വാലൻസി പൂർത്തിയായിട്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. ബാക്കി 2 ഹൈഡ്രജൻ. അപ്പോൾ അത് ഈ കോമ്പൗണ്ട് ഏതാണ്? 3 കാർബണാറ്റുള്ള കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബണാണ്. അത് വലയ രൂപത്തിൽ എഴുതിയത് കൊണ്ട് നമുക്കിതിൻ്റെ പേര് എഴുതുമ്പോൾ സൈക്ലോ പ്രൊപ്പൈൻ ഉണ്ട്. സൈക്ലോ പ്രൊപ്പൈൻ. സൈക്ലോ പ്രൊപ്പൈൻ. അപ്പോൾ ഇതുപോലെ ബ്യൂട്ടൈൻ എഴുതണമെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലേ. ഇതുപോലെ ബ്യൂട്ടൈൻ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? 4 കാർബണാറ്റുള്ള ആൽക്കെയിൻ വരയ്ക്കുക, ബ്യൂട്ടൈൻ. അപ്പോൾ സൈക്ലോ പ്രൊപ്പൈൻ്റെ ഘടന എല്ലാവർക്കും എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൊപ്പൈൻ വരച്ചിട്ട് എന്ത് ചെയ്യുക? അത് വലയ രൂപത്തിലാക്കുക. അതായത് 1, 2, 3 ആദ്യത്തെയും അവസാനത്തെയും കാർബൺ തമ്മിൽ കൂടി ഏകബന്ധനം സൂചിപ്പിക്കുക. ഇനി സൈക്ലോ ബ്യൂട്ടൈൻ 4 കാർബണാറ്റുള്ള സൈക്ലിക് കോമ്പൗണ്ട് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ 4 കാർബണാറ്റം വരച്ചു. സ്ട്രേറ്റ് ചെയിൻ വരയ്ക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ബിറ്റ്വീൻ കാർബൺ കാർബണിനിടയ്ക്ക് സിംഗിൾ ബോണ്ട്, ഏകബന്ധനം വരച്ചു. ഒന്നാമത്തെ കാർബണിന് 2 വാലൻസി പൂർത്തിയായിട്ടുണ്ട്, അപ്പോൾ ബാക്കി നമ്മൾ 2 ഹൈഡ്രജൻ. ഇനി രണ്ടാമത്തെ കാർബണിനോ 2 വാലൻസി പൂർത്തിയായിട്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെയോ 2 വാലൻസിയുടെ ബാക്കി 2 ഹൈഡ്രജൻ. ഹൈഡ്രജൻ. സൈക്ലോ ബ്യൂട്ടൈൻ 4 കാർബണാറ്റുള്ള വലയ രൂപത്തിലുള്ള ഹൈഡ്രോ കാർബൺ ആൽക്കെയിനാണ് സൈക്ലോ ബ്യൂട്ടൈൻ. അപ്പോൾ ആലിസൈക്ലിക് കോമ്പൗണ്ട്സിനെ എങ്ങനെ എഴുതാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ആൽക്കെയിൻ എഴുതുന്ന പോലെ തന്നെ നമുക്ക് എന്തെഴുതാം? ആൽക്കീനും എഴുതാം. സൈക്ലോ ബ്യൂട്ടീന് നമുക്ക് എഴുതാം. സൈക്ലോ ബ്യൂട്ടീൻ എങ്ങനെ ഘടന വരയ്ക്കാമെന്ന് നോക്കാം. ഇപ്പോൾ കാർബണിൻ്റെ ഇടയ്ക്ക് ഏകബന്ധനം വരച്ചു അല്ലേ. ബ്യൂട്ടീനാകുമ്പോൾ അറിയാം ആൽക്കീനാണ്. ഏതെങ്കിലും ഒരു 2 കാർബൺ ആറ്റത്തിനിടയ്ക്ക് ഡബിൾ ബോണ്ട് വേണം, അതായത് ദ്വിബന്ധനം വേണം. അപ്പോൾ നമ്മളിവിടെ ഈ 2 കാർബണിൻ്റെ ഇടയ്ക്ക് ദ്വിബന്ധനം വരച്ചു. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബണിൻ്റെ ഇടയ്ക്ക് ദ്വിബന്ധനം വരച്ചു. അപ്പോൾ ആദ്യത്തെ കാർബണിൻ്റെ വാലൻസി നോക്കുക, 1, 2, 3 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ വരയ്ക്കണം? 1 ഹൈഡ്രജൻ. ഇവിടെയോ 2, 1, 3 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഹൈഡ്രജൻ വരയ്ക്കണം? 1 ഹൈഡ്രജൻ. ഇവിടെ 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ വരച്ചു. ഇവിടെ 2 വാലൻസി പൂർത്തിയായിട്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ.
അപ്പോൾ അതിൻ്റെ മോളിക്കുലർ ഫോർമുല എത്ര വരും? C4 ഹൈഡ്രജൻ 2 4 6 C4H6. അപ്പോൾ മോളിക്കുലർ ഫോർമുല ചെക്ക് ചെയ്യുകയാണെങ്കിൽ സൈക്ലോബ്യൂട്ടൈനേക്കാളും ഹൈഡ്രജൻ്റെ എണ്ണം കുറവായിരിക്കും. ഇതിന് സൈക്ലോബ്യൂട്ടീൻ. കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? സൈക്ലോബ്യൂട്ടീൻ. Aromatic compounds. Aromatic സംയുക്തങ്ങൾ. Aromatic compounds are cyclic compounds having their own aroma. അതായത് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ വലയ സംയുക്തങ്ങളാണ്. അരോമ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രത്യേകതരം സുഗന്ധമുള്ള വലയ സംയുക്തങ്ങളാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇനി നമുക്ക് അരോമാറ്റിക് കോമ്പൗണ്ട്സിനുള്ള ഒരു എക്സാമ്പിളാണ് ബെൻസീൻ. അപ്പോൾ പേര് അവസാനിക്കുന്ന ഈ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? ഡബിൾ ബോണ്ട് ഉണ്ട് നമുക്ക് ഉറപ്പാണ്. കാർബണിനിടയ്ക്ക് ഡബിൾ ബോണ്ട് വരയ്ക്കണം നമുക്ക് അറിയാം. അപ്പോൾ 6 കാർബൺ ആറ്റം ഒരു ഹെക്സഗണൽ സ്ട്രക്ചറാണ് അല്ലേ? ഒരു ഷഡ്ഭുജം വരയ്ക്കുന്ന രീതിയിലാണ് കാർബൺ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബിറ്റ്വീൻ കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് ഏകബന്ധനം വരച്ചു അല്ലേ? അപ്പോൾ 6 കാർബൺ ആറ്റം 1 2 3 4 5 6 6 കാർബൺ ആറ്റമുള്ള ഒരു ഹെക്സഗണൽ സ്ട്രക്ചർ വരയ്ക്കുക. ഇനി ബെൻസീൻ്റെ പ്രത്യേകത ആൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട് വരയ്ക്കുക. ആൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒന്ന് ഇടവിട്ടിട്ട് ദ്വിബന്ധനം മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർബൺ എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ദ്വിബന്ധനം വരച്ചു. അപ്പോൾ ഇതിൻ്റെ വാലൻസി പിന്നെ ഒന്നിടവിട്ടിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വരയ്ക്കേണ്ട, ഇവിടെ വരയ്ക്കുക ദ്വിബന്ധനം. എവിടുന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തൊട്ടപ്പുറത്ത് ഒഴിവാക്കുക. അപ്പോൾ ആദ്യം ഒരു ദ്വിബന്ധനം മാർക്ക് ചെയ്യുക, രണ്ടാമത്തെ ഒഴിവാക്കുക, പിന്നെ ഒന്നിടവിട്ടിട്ട് ഡബിൾ ബോണ്ട് വരയ്ക്കും. പിന്നെ ഇവിടെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് വരച്ചു? ഇവിടെ ഡബിൾ ബോണ്ട് വരച്ചു, ദ്വിബന്ധനം. ഇനി കാർബണിൻ്റെ സംയോജകത പൂർത്തിയാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർബണിന് 1 2 3 3 പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഹൈഡ്രജൻ വരയ്ക്കണം? ഒരു ഹൈഡ്രജൻ വരയ്ക്കണം. ഫസ്റ്റ് കാർബണിന് ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പോൾ വാലൻസി പൂർത്തിയായി. ഇനി സെക്കൻഡ് കാർബണോ 1 2 3 എത്ര ഹൈഡ്രജൻ വേണം? ഒരു ഹൈഡ്രജൻ. ഇവിടെയോ 3 എത്ര ഹൈഡ്രജൻ വരയ്ക്കണം? ഒരു ഹൈഡ്രജൻ. ഇവിടെയും 2 3 ബാക്കി ഒരു ഹൈഡ്രജൻ വരയ്ക്കണം. ഇവിടെയോ ഒരു ഹൈഡ്രജൻ. അപ്പോൾ ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുല എത്രയായി? C6 എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ. അപ്പോൾ C6H6 ആണ് ബെൻസീൻ എന്നുള്ള അരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല. അപ്പോൾ ബെൻസീൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് ചോദിക്കാറുണ്ട്. സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ബെൻസീൻ എന്ന് പറയുമ്പോൾ 6 കാർബണാറ്റാണ് ബിറ്റ്വീൻ ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്സ്. 6 കാർബണാറ്റം വരയ്ക്കുക, എന്നിട്ട് ഒന്നിടവിട്ടിട്ട് ദ്വിബന്ധനം വരയ്ക്കുക, ഹൈഡ്രജൻ്റെ എണ്ണം മാർക്ക് ചെയ്യുക. ഇവിടെ ഡബിൾ ബോണ്ട് വന്നതുകൊണ്ടാണ് ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം കുറഞ്ഞത് അല്ലേ? അല്ലെങ്കിൽ 6 കാർബണാറ്റുള്ള ആൽക്കൈൻ ആണെങ്കിലോ നിങ്ങൾക്കറിയാം CnH2n+2 ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഇവിടെ ദ്വിബന്ധനം വന്നതുകൊണ്ടാണ് ഹൈഡ്രജൻ്റെ എണ്ണത്തിൽ കുറവ് വന്നത്. അപ്പോൾ ബെൻസീൻ ഏതിന് എക്സാമ്പിളാണ്? അരോമാറ്റിക് സംയുക്തത്തിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഇനി ആൽക്കൈനിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് പേര് നൽകുക? അപ്പോൾ വളരെ എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നോക്കാം. ബോർഡിൽ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ മീഥേനാണ്. നമ്മൾ പഠിച്ച ആദ്യത്തെ ആൽക്കൈൻ മീഥേൻ, ഒരു കാർബണാറ്റുള്ള ആൽക്കൈനാണ് മീഥേൻ. ഇനി ഈ മീഥേൻ ഹൈഡ്രോ കാർബൺ ആണെന്നറിയാം. ഈ ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വേറെ ആറ്റത്തിനോ ആറ്റം ഗ്രൂപ്പിനോ വരാം. അതായത് ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വരുന്ന ആറ്റത്തിനെയോ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെയോ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ വേറെ ഏതെങ്കിലും ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വരികയാണെങ്കിൽ ഹൈഡ്രോ കാർബണിൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? ആ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ആശ്രയിച്ചിട്ടായിരിക്കും അതിൻ്റെ രാസഗുണങ്ങൾ. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കാം. മീഥേനിലെ ഹൈഡ്രജൻ ആറ്റം പോയിട്ട് അവിടെ OH എന്നുള്ള ഗ്രൂപ്പ് വരികയാണ്. OH ഗ്രൂപ്പ് മീഥേനിലെ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ OH ഗ്രൂപ്പ് വരികയാണെങ്കിൽ OH ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. OH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ഗ്രൂപ്പും നമുക്ക് പ്രത്യേകമായിട്ട് വീണ്ടും ചർച്ച ചെയ്യാം. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഹൈഡ്രോ കാർബണിലെ
ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യുന്ന ആറ്റത്തിനെയോ ആറ്റം ഗ്രൂപ്പിനെയോ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇപ്പോൾ ഹൈഡ്രജൻ പോയിട്ട് ഇവിടെ OH ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയുന്നു? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ ഇത് ആൽക്കഹോളായിരിക്കും കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് മെത്തനോൾ. ഇനി OH ഗ്രൂപ്പിന് പകരം ഇവിടെ COOH ഗ്രൂപ്പ് വരാം. COOH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ COOH ഗ്രൂപ്പ് വരികയാണെങ്കിൽ കോമ്പൗണ്ട് എന്തായിരിക്കും? മീഥെയ്ൻ അല്ല, കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതാണോ വന്നു ചേരുന്നത് ആ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഈ കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത്. ഇനി COOH ഗ്രൂപ്പിന് പകരം ഹാലോജൻസ് വരാം, ക്ലോറിൻ വേണമെങ്കിൽ വരാം, ക്ലോറിൻ. അപ്പോൾ ക്ലോറോ മീഥെയ്ൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണോ വരുന്നത് അതായിരിക്കും ഈ കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടി, അതായത് രാസഗുണങ്ങളെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് സംയുക്തങ്ങളിൽ ഹൈഡ്രോ കാർബണുകൾ മാത്രമല്ല ഉള്ളത്. ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജൻ ആറ്റത്തിന് പകരം വേറെ ആറ്റമോ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരാം. അപ്പം അങ്ങനെ വന്നു ചേരുന്ന ആറ്റത്തിനെ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഡെഫിനേഷനൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് എല്ലാവരും നോക്കുക. നെക്സ്റ്റ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ OH എന്നാണ്. അപ്പോൾ കാർബണിനോട് കൂടി ഹൈഡ്രജൻ ചേരുന്ന പോലെ ഇവിടെ ഏത് ഗ്രൂപ്പാണുള്ളത്? OH ഗ്രൂപ്പാണ്. അപ്പോൾ OH ഗ്രൂപ്പിന് ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അതങ്ങനെ OH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്സിനെ പൊതുവായി പറയുന്ന പേരാണ് ആൽക്കഹോളുകൾ. ഇപ്പോൾ നമ്മൾ സാധാരണ മാർക്കറ്റിലുള്ള ആൽക്കഹോൾ അല്ലെ മെഥനോൾ, എഥനോളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആൽക്കഹോളൊക്കെ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണുള്ളത്? അവയിലൊക്കെ OH ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ OH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്സിനെ പൊതുവായിട്ട് പറയുന്ന പേരാണ് ആൽക്കഹോൾസ്. ഹൈഡ്രോകാർബൺസ് ഹാവിങ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആർ കോൾഡ് ആൽക്കഹോൾസ്. OH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ആൽക്കഹോളുകൾ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആൽക്കഹോൾ, ഒരു കാർബണാറ്റുള്ള ആൽക്കഹോളിൻ്റെ ഘടന എങ്ങനെ എഴുതാൻ നോക്കാം. ഒരു കാർബണാറ്റുള്ള ആൽക്കഹോളാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? മീഥെയ്ൻ നമ്മൾ വരച്ചപ്പോൾ ഒരു ഹൈഡ്രജൻ പോയിട്ട് അവിടെ ഏത് ഗ്രൂപ്പ് വന്നു? OH ഗ്രൂപ്പ് വന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ചത് ഇങ്ങനെയല്ല ആദ്യം വരച്ചത്. മീഥെയ്ൻ വരച്ചു, അതിൽ ഒരു ഹൈഡ്രജന് പകരം ഇവിടെ OH ഗ്രൂപ്പ് വന്നു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? CH3OH. CH3OH ആണ് ഒരു കാർബണാറ്റുള്ള ആൽക്കഹോൾ. അപ്പോൾ ആൽക്കഹോളിനെ പറയുന്ന പേരാണ് മെഥനോൾ. അതുപോലെ രണ്ട് കാർബണാറ്റുള്ള ആൽക്കഹോൾ CH3 CH2OH. അപ്പോൾ ഈഥെയ്ൻ വരച്ചിരുന്ന അതിലൊരു ഹൈഡ്രജൻ പോയിട്ട് അവിടെ ഏത് ഗ്രൂപ്പ് വരുന്നു? OH ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ CH3 CH2OH എന്ന് പറയുമ്പോൾ രണ്ട് കാർബണാറ്റുള്ള ആൽക്കഹോളിനെ പറയുന്ന പേരാണ് എഥനോൾ. ഇനി പേരെഴുതുന്നത് എങ്ങനെയാണോ നോക്കാം. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പേരെഴുതുമ്പോൾ മീഥെയ്ൻ എഴുതിയില്ലേ? മീഥെയ്ൻ അതിൽ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തിട്ട് അവിടെ എന്ത് വന്നു? ഓൾ എന്ന് വന്നു. കണ്ടോ? പോയിട്ട് അവിടെ ഓൾ എന്ന് പറയുമ്പോൾ എന്തായി? മെഥനോൾ. അതുപോലെ ഈഥെയ്ൻ എഴുതി, അതിൽ ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് ചേർത്തു? ഓൾ എന്ന് ചേർത്തു. അപ്പോൾ ആൽക്കൈൻ്റെ പേരിൽ എന്നുള്ള ലെറ്റർ കളഞ്ഞിട്ട് അവിടെ എന്താ ചേർക്കേണ്ടത്? ഓൾ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഏതായി? ആൽക്കഹോളായി. ഓക്കെ, പേരെഴുതാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്സ്. പരീക്ഷയ്ക്ക് ചോദ്യം എങ്ങനെയാണ് വരിക? ഈ തന്നിരിക്കുന്ന സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതുക. അപ്പോൾ 1ഉം 2ഉം ആൽക്കഹോൾ, മെഥനോളും പേരെഴുതാൻ നമുക്ക് എളുപ്പമാണ്. കാർബണാറ്റത്തിൻ്റെ എണ്ണം നോക്കിയിട്ട് അവസാനം ഓൾന്ന് ചേർത്താൽ മതി. ഇനി ഇത് 3 കാർബണാറ്റുള്ള ആൽക്കഹോളാണ് അല്ലേ? 3 അതിൽ കൂടുതലോ കാർബണാറ്റുള്ള ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ അല്ലേ, ശാഖ വരുന്ന കാർബണിനെ ചെറിയ നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബണിന് ചെറിയ നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് നമ്പർ ഇടേണ്ടത്? ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ആകുമ്പോൾ 1 2 3 തേർഡ് കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് നമ്പർ ചെയ്യണം? ഇങ്ങോട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യണം 1 2 3. അപ്പോൾ ഫസ്റ്റ് കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് പേരെങ്ങനെ എഴുതാം? ആദ്യം വേർഡ് റൂട്ട് എഴുതും. 3 കാർബണാറ്റാണെങ്കിൽ പദമൂലം എന്താണ്? പ്രൊപ്പാണ്. പദമൂലം പ്രൊപ്പ്. ഇനി ആൽക്കഹോൾ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ആൻ എന്നാണ് ചേർക്കേണ്ടത്. ആൻ. അപ്പോൾ പ്രൊപ്പാൻ. പദമൂലത്തിനോട് കൂടി ആൻ ചേർത്ത് പ്രൊപ്പാൻ. ഹൈഫൺ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നമ്പർ, സ്ഥാനസംഖ്യ. അപ്പോൾ എത്രാമത്തെ കാർബണിലാണ്? 1ാമത്തെ കാർബണിൽ. ഹൈഫൺ ഓൾ. ആൽക്കഹോൾ ആയതുകൊണ്ട് പേര് അവസാനിക്കുന്നത് എന്തിലായിരിക്കും?
ഓൾ എന്നുള്ളതിലായിരിക്കും. അപ്പോൾ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബണിന് ചെറിയ നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടുക. അപ്പോൾ ഒന്നാമത്തെ കാർബണിലാണ് OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. ഇത് എങ്ങനെയാകുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത്? 3 അതിൽ കൂടുതലോ കാർബൺ ആറ്റം വരുന്ന ആൽക്കഹോളുകൾക്ക് പേരെഴുതുമ്പോൾ ആദ്യത്തെ രണ്ടും അതിൽ മാറ്റമൊന്നുമില്ല. മെഥനോളിനും മാറ്റമില്ല. 3 അതിൽ കൂടുതലോ കാർബൺ ആറ്റം വരുമ്പോഴാണ് ഈ രീതി ഉപയോഗിക്കേണ്ടത്. നമ്മൾ മുമ്പ് ബ്രാഞ്ച് വരുമ്പോൾ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബണിന് ചെറിയ നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇട്ടു. പിന്നെ കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടാകും നോക്കുക. 3 കാർബൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പദമൂലം എന്താണ്? പ്രൊപ്പാണ്. അതിനോടുകൂടി എന്താ ചേർക്കേണ്ടത്? ആൻഡ് ചേർക്കുക. പ്രൊപ്പാൻ ഹൈഫൺ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനസംഖ്യ ഒന്നാമത്തെ കാർബണിൽ 1 ഹൈഫൺ പേരവസാനിക്കുന്നത് എന്തിലാണ്? ഓൾ. ആൽക്കഹോൾ ആയതുകൊണ്ട് പേരവസാനിക്കുന്നത് ഓൾ എന്നുള്ളതിലാണ്. അപ്പോൾ പേരെന്തായിരിക്കും? പ്രൊപ്പാൻ 1 ഓൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പേരെഴുതാം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇടുകയാണെങ്കിൽ 1 2 3. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിലോ 1 2 3. 2 രീതിയിലാണെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബണിന് എത്രയാണ്? 2 നമ്പർ. അപ്പം 3 കാർബൺ ആറ്റം ആണെങ്കിൽ വേർഡ് റൂട്ട് എന്ത് എഴുതണം? പ്രൊപ്പ് എഴുതണം. അതിൻ്റെ കൂടെ ആൻ ചേർക്കണം. പ്രൊപ്പാൻ ഹൈഫൺ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനസംഖ്യ 2 ഹൈഫൺ ഓൾ. അപ്പം എങ്ങനെ എഴുതാം? 3 കാർബൺ ആറ്റാണ്. അപ്പോൾ പദമൂലം പ്രൊപ്പ്. അതിനോട് കൂടി ആൻ ചേർത്ത് എഴുതാം. ആൽക്കഹോൾ ആകുമ്പോൾ പ്രൊപ്പാൻ ഹൈഫൺ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനസംഖ്യ 2 പേരവസാനിക്കുന്നത് ഓൾ. OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് പേരവസാനിക്കുന്നത് ഏതിലായിരിക്കും? ഓൾ. ഇപ്പോൾ രണ്ടാമത്തെ കോമ്പൗണ്ടിൻ്റെ പേരാണ് പ്രൊപ്പാൻ 2 ഓൾ. അപ്പോൾ പേരെഴുതേണ്ട രീതി എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യം, എത്ര കാർബൺ ആറ്റം ഉണ്ട് കാർബൺ ചെയിനിൽ? 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് നമ്പർ ഇടേണ്ടത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണോ? അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. 1 2 3 4. 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ വേർഡ് റൂട്ട് എന്തായിരിക്കും? ബ്യൂട്ടായിരിക്കും. അതിനോട് കൂടി ആൻ ചേർക്കുമ്പോൾ ബ്യൂട്ടാൻ ഹൈഫൺ ഒന്നാമത്തെ കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ബ്യൂട്ടാൻ 1 ഓൾ. അടുത്ത ചോദ്യം, 4 കാർബണാണ് കാർബൺ ചെയിനിലുള്ളത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇടുമ്പോൾ 1 2 3 4. ഇവിടെ നിന്ന് ഇങ്ങോട്ടാകുമ്പോൾ 1 2 3 തേർഡ് കാർബണിലാവും. അപ്പോൾ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബണിന് ലാസ്റ്റ് നമ്പർ ആവണം. ചെറിയ നമ്പർ വരുന്ന രീതിയിലാണ് നമ്പർ ഇടുന്നത്. അപ്പോൾ 4 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് എന്തായിരിക്കും? ബ്യൂട്ടാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആൻ ചേർക്കുമ്പോൾ ബ്യൂട്ടാൻ ഹൈഫൺ രണ്ടാമത്തെ കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ബ്യൂട്ടാൻ 2 ഓൾ. ബ്യൂട്ടാൻ 2 ഓൾ. അപ്പോൾ OH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്സാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയാം. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്സിനെ പൊതുവെ ആൽക്കഹോളുകൾ എന്ന് പറയുന്നു. അപ്പോൾ OH ഗ്രൂപ്പ് കണ്ടാലും ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടാലും നിങ്ങൾക്ക് പേരെഴുതാൻ IUPAC പേരെഴുതാൻ മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് പെൻറ്റാൻ 2 ഓൾ. പെൻറ്റാൻ 2 ഓളിൻ്റെ ഘടന വരയ്ക്കുക. അപ്പോൾ ഘടന വരയ്ക്കാൻ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പെൻറ്റ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം വരയ്ക്കണം? 5 കാർബൺ. 2 3 4 5 കാർബൺ. പെൻറ്റാൻ 2 ഓൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 2 ഓൾ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് ഏത് ഗ്രൂപ്പ്? OH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്. ബാക്കി നമ്മൾ കാർബണിൻ്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എഴുതുക. ഇവിടെ CH2 CH2 CH3. അപ്പോൾ 5 കാർബൺ ആറ്റം. 1 2 3 4 5 കാർബൺ ആറ്റം. 5 കാർബൺ ആറ്റാണ് ഈ വേർഡ് റൂട്ട് പെൻറ്റ് ആൻഡ് പെൻറ്റാൻ 2 ഓൾ. ഘടന വരയ്ക്കുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് പഠിച്ചു. അതിൽ ആദ്യത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ കുറിച്ചും പഠിച്ചു. അപ്പോൾ ബാക്കി ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ആൽക്കഹോളുകളുടെ IUPAC നാമം എഴുതുമ്പോൾ മലയാളത്തിൽ പേരെഴുതുമ്പോൾ പ്രൊപ്പാൻ 1 ഓൾ എന്നെഴുതിയാലും അതുപോലെ പ്രൊപ്പൻ 1 ഓൾ എന്നെഴുതിയാലും ശരിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ബ്യൂട്ടൻ 1 ഓൾ, അതുപോലെ ബ്യൂട്ടൻ 2 ഓൾ, പെൻറ്റൻ 2 ഓൾ എന്നിങ്ങനെ എഴുതിയാലും ശരിയാണ്.